ഐസൻസ്റ്റീൻ ആൻഡ് മൊണ്ടാഷ് തിയറിയാണ് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത് നോക്കുന്നത്. അപ്പോൾ സോവിയറ്റ് സിനിമ കമ്മിറ്റിയുടെ അവരൊരു പ്രൊഫഷണൽ ഫിലിം സ്കൂൾ മോസ്കോയിൽ കൊണ്ടുവന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഓൾ യൂണിയൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിനിമാറ്റോഗ്രഫി എന്നായിരുന്നു അതിൻ്റെ പേര്. ലവ് കുലേഷോവ് ആയിരുന്നു ഫിലിം സ്കോളർ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ. അദ്ദേഹം എന്ത് ചെയ്തു, ഗ്രിഫിത്തിൻ്റെ ഇൻടോളറൻസ് എന്നുള്ള ഫിലിം അവിടെ സ്ക്രീൻ ചെയ്തു. അങ്ങനെ കുലേഷോ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഷോർട്സിനെയൊക്കെ സ്ട്രക്ചറും എഡിറ്റിങ്ങും പിന്നെ സീക്വൻസും ഒക്കെ എങ്ങനെ വരുന്നു എന്നൊക്കെ ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു, അല്ലെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. കുലേഷോ ഫെർദർ എക്സ്പെരിമെൻ്റ് ചെയ്ത് എഡിറ്റിങ്ങിലൂടെ ആയിരുന്നു. അതായത് ഫേമസ് ആക്ടേഴ്സിൻ്റെ എക്സ്പ്രഷൻലെസ് ഫേസ് സെവറൽ ഡിഫറെൻറ്റ് ഷോട്ടിലെടുത്തിട്ട് ഹൈലി എക്സ്പ്രസീവ് കോണ്ടന്റ് ആയിട്ട് അതിനെ കാണിക്കുന്നു. അതാണ് അദ്ദേഹം ചെയ്ത ടെക്നിക്ക്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബോൾ ഓഫ് സൂപ്പ്, പിന്നെ ഒരു ഡെഡ് വുമൺ ഇൻ എ കോഫിൻ, ലിറ്റിൽ ഗേൾ പ്ലേയിങ് വിത്ത് എ ടെഡി ബെയർ, ഇതിനെല്ലാം കൂടെ എടുത്തെടുത്ത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെല്ലാം കൂടെ ഡിഫറെൻറ്റ് ഷോട്ടാക്കിയിരുന്ന് ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കമ്പൈൻ ചെയ്തങ്ങ് ആക്കുന്നു. അപ്പോൾ ഈ കോൺട്രാസ്റ്റിംഗ് ഇമേജസിനെയാണ് കമ്പൈൻ ചെയ്ത് കാണിച്ചത്. ആ ഒരു ടെക്നിക്കായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മൊണ്ടാഷ് തിയറിക്കകത്ത് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഫിനോമിനയാണ് നമ്മൾ കുലേഷോ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു കുലേഷോ ഒരു ഷോട്ടിന് 2 വാല്യൂ ആണ് ഉള്ളത്. അതായത് ഒന്നാമത്തെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിക് ഇമേജ് ഓഫ് റിയാലിറ്റിയാണ് ഒരു ഷോട്ട് ക്യാരി ചെയ്യുന്നത്. രണ്ടാമത്തെ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോട്ടിനെ മറ്റൊരു ഷോട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന് മറ്റൊരു മീനിങ് വരുന്നു. അപ്പോൾ ഈ തിയറി ഓഫ് എഡിറ്റിങ്ങിനെയാണ് നമ്മൾ മൊണ്ടാഷ് എന്ന് പറയുന്നത്. ആദ്യത്തേന്ന് വെച്ചാൽ ആദ്യത്തെ ഷോട്ടിന് അതിൻ്റേതായിട്ടുള്ളൊരു റിയാലിറ്റി ഉണ്ട്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ആദ്യത്തെ ഷോട്ടിനെ മറ്റു ഷോട്ടുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന് മറ്റൊരു വാല്യൂ കിട്ടുന്നു. അതാണ് മൊണ്ടാഷ് തിയറി ഓഫ് എഡിറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമേ ആ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ആക്ടറിൻ്റെ ഫേസ് എടുക്കുന്നു. അതിനുശേഷം പിന്നീട് ബൗൾ ഓഫ് സൂപ്പ്, പിന്നെ ഡെഡ് വുമൺ ഇൻ എ കോഫിൻ, അതുപോലെ തന്നെ ലിറ്റിൽ ഗേൾ പ്ലേയിങ് വിത്ത് എ ടെഡി ബെയർ, ഈ 3 ഇമേജസും കാണിക്കുന്നു. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ പഴയ ആ ആക്ടറിൻ്റെ ഫേസിൻ്റെ മുഖം പിന്നെയും കാണിക്കുന്നു. അപ്പോൾ അയാളുടെ മുഖത്ത് ഇമോഷൻസ് വരുന്നു. അയാളുടെ മുഖത്ത് ഇമോഷൻസ് എന്ന് വെച്ചാൽ അയാൾക്ക് സൂപ്പ് കുടിക്കാനുള്ള ഇമോഷൻ വരുന്നു. കോഫിനകത്ത് കിടക്കുന്ന ഡെഡ് വുമണിനോടുള്ള സോറോ കാണിക്കുന്നു. ലിറ്റിൽ ഗേളിൻ്റെ അടുത്തുള്ള ആ ഒരു ലവും കാണിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അഫെക്ഷനും കാണിക്കുന്നു. പിന്നെ അങ്ങനെയായിരിക്കും കാണിക്കുന്നത്. ആദ്യം ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ട് പിന്നെ അതിനെ ഒറ്റയടിക്കും കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനെയാണ് മൊണ്ടാഷ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊണ്ടാഷ് എന്നുള്ള വാക്ക് ടു അസംബിൾ എന്നാണ് ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് വന്നത്, ഫ്രഞ്ച് വേർബിൽ നിന്നാണ് വന്നത് കേട്ടോ. അപ്പോൾ മൊണ്ടാഷിനെ ഇദ്ദേഹം ഒരു എക്സ്പ്രസീവ് പ്രോസസ്സായിട്ട് കണ്ടു, ഡിസിമിലർ ആയിട്ടുള്ള ഇമേജസിനെ ലിങ്ക് ചെയ്തിട്ട് ഒരു സിംബോളിക് മീനിങ് കൊണ്ടുവരിക. അപ്പം പിന്നെ കുലേഷോവിൻ്റെയും അതുപോലെ തന്നെ കുലേഷോവിൻ്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ, ഐസൻസ്റ്റീനും പുഡോവ്കിനും. ഐസൻസ്റ്റീൻ എന്ന് പറയുന്ന ഗ്രിഫിത്തിൻ്റെ ആ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്, അദ്ദേഹം ആ ഒരു ഗ്രൂപ്പിലായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരുപാട് മാസ്റ്റർ വർക്ക്സ് ഒക്കെ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രിഫിത്തിന് നറേറ്റീവ് എഡിറ്റിങ്ങിലായിരുന്നു ഇമ്പോർട്ടൻസ് കൂടുതൽ. ഐസൻസ്റ്റീൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ ആയിരുന്നു. അദ്ദേഹം സൈക്കോളജിക്കൽ തിയറി, മാർക്സിസ്റ്റ് തിയറിയൊക്കെ കമ്പൈൻ ചെയ്തിട്ടായിരുന്നു മൊണ്ടാഷ് തിയറിയെ കൊണ്ടുവന്നത്. ഐസൻസ്റ്റീൻ ഡയറക്റ്റ് ചെയ്ത സ്ട്രൈക്ക് എന്നുള്ളതിനകത്ത്, സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട് 1924. അപ്പോൾ അതിനകത്തുമൊക്കെ ഈ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമാറ്റോഗ്രഫിയാണ് അദ്ദേഹം യൂസ് ചെയ്തത്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു സെമി ഡോക്യുമെൻ്ററി റെപ്രസെൻറ്റേഷനാണ്. അതായത് ഫാക്ടറി ഓണേഴ്സും പോലീസും തമ്മിലുള്ളൊരു സപ്രഷൻ, ആ ഒരു സ്ട്രൈക്ക്, അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സിനിമയുടെ അവസാനം ഈ സ്ട്രൈക്കിന് വന്ന ആളുകളെ മാസക്കർ ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പം അവരുടെ ഫാമിലീസിൻ്റെ മുഖം കാണിക്കുന്നുണ്ട്, അവരെ പിന്നെ ക്യാറ്റിലിനെ കൊല്ലുന്ന, അതായത് പശുക്കളെ കൊല്ലുന്ന ഷോട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് മൊണ്ടാഷ് കാണിച്ചത്. അപ്പോൾ സ്ട്രൈക്ക് ഒരു ഇമ്മീഡിയറ്റ് സക്സസ് ആയിരുന്നു. ഐസൻസ്റ്റീൻ പിന്നീട് പിന്നീട് അദ്ദേഹത്തിന് ഈ 20th ആനിവേഴ്സറി ഓഫ് ദി ഫെയിൽഡ് 1905 റവല്യൂഷൻ, ആ ഒരു സംഭവത്തിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നീട് ഗവൺമെൻറ് തന്നെ കമ്മീഷൻ ചെയ്യുമായിരുന്നു. ഈ സാർ ഗവൺമെൻറ്റിനെതിരെ ഒരു ഫിലിം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഈ റവല്യൂഷനെ കുറിച്ച് കാണിക്കാൻ, 1905 റവല്യൂഷനെ കുറിച്ച് കാണിക്കാൻ. അപ്പോൾ അത് പിന്നെ എന്താ പറയുക, മ്യൂട്ടിനിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഓക്കെ, പിന്നെ വന്നതെന്ന് വെച്ചാൽ ബാറ്റിൽ ഷിപ്പ് ഓഫ് പൊട്ടംകീനാണ്. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഫിലിമായിട്ട് മാറി. ഐസൻസ്റ്റീൻ്റെ തിയറി ഓഫ് മൊണ്ടാഷ് ഇതിനകത്ത് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, മൊണ്ടാഷ് തിയറിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഈ ഒരു മൂവിക്കകത്ത് കാണിച്ചിരിക്കുന്നതല്ല. ഓക്കെ, പിന്നെ ഐസൻസ്റ്റീൻ ബിലീവ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോസിങ് ഷോട്ട് എടുത്തിട്ട് അതിനെ പിന്നെ എന്താ പറയുക, കൊളൈഡ് ചെയ്ത് കാണിച്ച് മോഷൻ പിക്ചേഴ്സ് ഉണ്ടാക്കുന്നതിൽ, അല്ലെങ്കിൽ അങ്ങനെ മീനിങ് കണ്ടെത്തുന്നതിലായിരുന്നു ഐസൻസ്റ്റീൻ ബിലീവ് ചെയ്തിരുന്നത്. അദ്ദേഹം കുലേഷോവിൻ്റെ ഐഡിയാസ് അങ്ങനെ വെച്ചിട്ടാണ്, ഫൗണ്ടേഷനിലൂടെയാണ് തുടങ്ങി വെച്ചത്. പിന്നെ
ഐസൻസ്റ്റീൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഒക്ടോബർ എന്ന് പറഞ്ഞൊരു ഫിലിമായിരുന്നു. അത് ഈ ബോൾഷെവിക് റവല്യൂഷനെ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ബോൾഷെവിക് റവല്യൂഷൻ്റെ 10ാമത്തെ ആനിവേഴ്സറി കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടി. അതിനകത്ത് പാരമൗണ്ട് സ്റ്റുഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഹോളിവുഡിലോട്ട് പോയി 2 ഫിലിംസ് ഡയറക്റ്റ് ചെയ്തു. കുറച്ച് ഇഷ്യൂസ് കാരണം പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, കോൺട്രാക്ട് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മെക്സിക്കോയിൽ വന്ന് വേറൊരു മെക്സിക്കൻ ഫിലിമൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1933 ആയപ്പോഴത്തേക്കും അദ്ദേഹം മോസ്കോയിലോട്ട് റിട്ടേൺ ചെയ്തു. ആൻഡ് പിന്നെന്താണ്, സ്റ്റാലിൻ്റെ പോളിസിയൊക്കെ വെച്ചിട്ട് അദ്ദേഹം വേറൊരു പടമൊക്കെ ഇറക്കി. ഡ്യൂറിങ് വേൾഡ് വാർ 2 അദ്ദേഹം മോസ്റ്റ് അംബീഷ്യസ് പ്രോജക്റ്റ് ആയിട്ടുള്ള ഒരു ട്രിലജി ഉണ്ടായത്, അതായത് 3 ഫിലിംസ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അതായത് ഐവൻ ദ ടെറിബിൾ എന്നുള്ള ഒരാളുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ട്. ഐവൻ ദ ടെറിബിൾ എന്ന് വെച്ചാൽ ഒരു 16th സെഞ്ചുറി റൂളറായിരുന്നു. സ്റ്റാലിന് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു അഡ്മയർ ചെയ്തിരുന്നൊരു റൂളറായിരുന്നു. സോ ഫസ്റ്റ് പാർട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്തു, സെക്കൻഡ് പാർട്ടും ഫിനിഷ് ചെയ്തു 1946. പക്ഷേ അത് തേർഡ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അദ്ദേഹം മരിച്ചുപോയി 1948. ഇതാണ് ഐസൻസ്റ്റീൻ്റെ പിന്നെ ഐസൻസ്റ്റീനും മൊണ്ടാഷും ആ ഒരു ടെക്നിക്കും ഒക്കെയുള്ള ഒരു തിയറി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒഡീസ സ്റ്റെപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ ഈ ഐസൻസ്റ്റീൻ്റെ കാര്യം പറയുമ്പോൾ. അതായത് ഐസൻസ്റ്റീൻ്റെ ബാറ്റിൽ ഷിപ്പ് ഓഫ് പോട്ടിംകീനകത്ത് ഒഡീസ സ്റ്റെപ്പ് സീക്വൻസ് എന്നും പറഞ്ഞൊരു ഒരു സീനുണ്ട്. മൊണ്ടാഷിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണിത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു റഷ്യൻ നേവി ഷിപ്പിൻ്റെ കഥയാണ് ബാറ്റിൽ ഷിപ്പ് പോട്ടംകീനകത്ത് പറയുന്നത്. ഫിലിമിനകത്ത് സിറ്റിസൺസ് ഓഫ് ഒഡീസയിലെ സിറ്റിസൺസ് പോട്ടംകീനെതിരെ, അതായത് പോട്ടംകീൻ സ്റ്റേഴ്സിൽ റാലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സ്റ്റേഴ്സിൽ അതായത് പിന്നെന്താണ്, മ്യൂട്ടിനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവരെല്ലാം കൂടി ഒരു റാലി പോലെ നിൽക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, സൂൺ ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ഈ സ്റ്റേഴ്സിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടികളെയും സ്ത്രീകളെയും വെടിവെച്ച് കൊല്ലുവാണ് ചെയ്യുന്നത്. അവർ ആ സ്റ്റെയറിൽ നിന്ന് ഇറങ്ങി വന്നാണ് വെടിവെക്കുന്നത്. എന്നിട്ട് അവർ ക്രൗഡിലോട്ട് ഇറങ്ങുവാണ് ചെയ്യുന്നത്. അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോട്ടിലെ ടെമ്പോയ്ക്കൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ക്വിക്കായിട്ട് ഷോട്ടിൻ്റെ ടെമ്പോയിൽ വ്യത്യാസം വരുത്തി ക്വിക്കായിട്ട് ജമ്പ് കട്ട്സ് ഒക്കെ നടത്തിയിട്ട് ക്യാമറ മൂവ്മെൻറ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തിട്ടാണ് ഈ കോൺഫ്ലിക്റ്റ് അവിടെ കാണിച്ചിരിക്കുന്നത് ഒരൊറ്റ ഫ്രെയിമിൽ. അപ്പോൾ ഇത് കുലേഷോവിൻ്റെ ഐഡിയാസ് വെച്ചിട്ടാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഒഡേസ സ്റ്റെപ്പ് സീക്വൻസ് അദ്ദേഹം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒന്ന് നോക്കി വെച്ചേക്കുക. ഒഡേസ സ്റ്റെപ്പ് സീക്വൻസും ബോട്ടിൽ ഷിപ്പ് ബാറ്റിൽ ഷിപ്പ് പോട്ടംകീനും ഒന്ന് നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് വരുന്നത് ജർമ്മൻ എക്സ്പ്രഷനിസമാണ്. ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന് പറയുന്നത് ഇമോഷണൽ ആൻഡ് എക്സ്പ്രഷനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇമോഷൻസും നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡും കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്രഷനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ലിറ്റററി മൂവ്മെൻറ്റും കൂടിയായിരുന്നു. യൂറോപ്പിലാണ് 19th and 20th സെഞ്ചുറിയിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. എക്സ്പ്രഷനിസം ഈ നമ്മുടെ ലിറ്ററേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിസ് കാഫ്ക, പിന്നെ എഡ്വേർഡ് മഞ്ച്, ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു ഇത് കൂടുതലും പോപ്പുലറൈസ് ചെയ്തത്. ഫ്രാൻസിസ് കാഫ്കയുടെ മെറ്റമോർഫോസിസ് എന്നുള്ള വർക്കിനകത്ത് എക്സ്പ്രഷനിസം വരുന്നുണ്ട്. അതായത് ഒരാൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അയാളൊരു ഫ്ലൈ ആയി മാറിയിരിക്കുന്നു, ജയൻറ്റ് ഫ്ലൈ. അതാണ് മെറ്റമോർഫോസിസിനകത്ത് വരുന്നത്. പിന്നെ എഡ്വേർഡ് മഞ്ചിൻ്റെ പെയിൻറ്റിംഗ് ആണ് ദ സ്ക്രീം എന്ന് പറയുന്നത്. അതുമെല്ലാം ഈ എക്സ്പ്രഷനിസത്തിന് എക്സാമ്പിളാണ് കേട്ടോ. ഈ സ്ക്രീം എന്നുള്ള പെയിൻറ്റിങ്ങിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ആൻസൈറ്റി ഓഫ് ദ ജനറേഷനാണ് പറയുന്നത്. അപ്പോൾ എക്സ്പ്രഷനിസം എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ കുറേ ഈ ഫിലിമിലും ലിറ്ററേച്ചറിലും പെയിൻറ്റിങ്ങിലും മാത്രമല്ല ഫിലിമിലും എന്ത് ചെയ്തു 20th സെഞ്ചുറിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിരുന്നു. അപ്പം നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഫിലിം മേക്കേഴ്സ് എന്ത് ചെയ്തു, കുറച്ച് വിഷ്വലി ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് ഫിലിംസ് എടുത്തത്. എന്നുവെച്ചാൽ ഹൈലി എക്സ്പ്രസീവ് പെർഫോമൻസ് ആണ് കാണിച്ചത്. ഓക്കെ, അപ്പം ഈ റിയലിസം ഒക്കെ റിജക്റ്റ് ചെയ്തിട്ട് എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസ് ഷോക്കേസ് ചെയ്ത് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് ഹ്യൂമൻ കണ്ടീഷനെ കാണിച്ചു. ഇപ്പോൾ റോബർട്ട് വീനൊക്കെയാണ് കൂടുതലായിട്ടും വന്നത്. അതായത് ഈ ക്യാരക്ടറിൻ്റെ മാഡ്നെസ്സിനെ അതിനെയൊക്കെ ടിൽറ്റഡ് ക്യാമറാസ് വെച്ചിട്ടൊക്കെ, അതായത് ക്യാമറ ചിലപ്പോൾ ചരിച്ചും വളച്ചും ഒക്കെ വെച്ചിട്ടായിരിക്കും ഇത് എടുക്കുന്നത്. ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള വളഞ്ഞു മുളഞ്ഞ് കിടക്കുന്ന ഇമേജസ്, ആ ഡാർക്ക് അറ്റ്മോസ്ഫിയറിനെ, പിന്നെന്താണ് ആക്ടേഴ്സിൻ്റെ ഫേസസ് മാത്രമേ ചിലപ്പോൾ വിസിബിളായിട്ടിരിക്കത്തുള്ളൂ. സോ അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും ഇവർ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്രഷനിസ്റ്റ് സ്റ്റൈൽ പിന്നീട് ജർമ്മൻ ഡയറക്ടേഴ്സായിട്ടുള്ള ഫ്രിറ്റ്സ് ലാങ്ങും FW മുർനോവും എടുത്തിട്ടുണ്ട് അവരുടെ മൂവീസിനകത്ത്. ബിഫോർ വേൾഡ് വാർ 1 ജർമ്മൻ മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുമ്പം ഓഡിയൻസ് എന്താ പറയുക, ഈ ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസിൽ നിന്നുള്ള ആളുകളൊക്കെ ആയിരിക്കും. പക്ഷേ ജർമ്മൻ ഫിലിം പ്രൊഡക്ഷൻ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ലാഗ് ആവാൻ തുടങ്ങി. പിന്നെന്താണ്, ഡെൻമാർക്ക് ഫിലിം ഇൻഡസ്ട്രിയൊക്കെ കുറച്ചുകൂടി പ്രോമിനൻ്റ് റോളിൽ വരാൻ തുടങ്ങി ജർമ്മൻ ഫിലിം എക്സിബിഷനിൽ.
അപ്പോൾ ഡെൻമാർക്ക് ഫിലിം ഇൻഡസ്ട്രിയുടെ ഫിലിംസും ഒക്കെ ഇവിടെ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഇമ്പോർട്ടഡ് ഫിലിംസിൻ്റെ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടല്ലോ, അത് കുറച്ച് ആളുകൾക്ക്, അതായത് കുറച്ച് പേർക്ക് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവസാനം എന്തോ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ജർമ്മൻ പ്രൊപ്പഗൻഡ ഫിലിംസ് ഒക്കെ ജർമ്മനിയിലോട്ട് വരാൻ തുടങ്ങി. എന്നുവെച്ചാൽ അവിടെ ഫിലിംസ് ഇല്ലാത്തതുകൊണ്ട് വേറെ കൺട്രീസിലെ ഫിലിംസൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അവസാനം ജർമ്മനിക്ക് എതിരെയുള്ള ഫിലിംസൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പ്രശ്നമായി. അങ്ങനെ ഡിസംബർ 18, 1917 ജർമ്മൻ ജനറലായിട്ടുള്ള എറിക് ലുഡൻഡോർഫ് എന്ത് ചെയ്തു, ജർമ്മൻ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും, അതായത് ജർമ്മൻ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഗവൺമെൻറ് തന്നെ സബ്സിഡൈസ് ചെയ്യുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രി, ഒരു ഫിലിം കോർപ്പറേഷൻ പോലെ അവർ സെറ്റ് ചെയ്തു. ഓക്കെ, അതിനെ നിങ്ങൾ യൂണിവേഴ്സം ഫിലിം എന്ന് പറഞ്ഞ ഒരു റഷ്യൻ വേർഡ്, ജർമ്മൻ വേർഡാണ് കിടക്കുന്നത്. UFA എന്ന് പഠിച്ചു വെച്ചാലും മതി. അപ്പോൾ UFAയുടെ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ഫിലിംസിൻ്റെ ക്വാളിറ്റിയെ അപ്ഗ്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വളരെ ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആയിരുന്നു ഇത്. ആൻഡ് ജർമ്മൻ ഇൻഡസ്ട്രി എന്ത് ചെയ്യാണ്, ആദ്യമായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ വഴി ഇൻ്റർനാഷണൽ ഫിലിം മാർക്കറ്റ് പ്ലേസിൽ ആദ്യമായിട്ട് പടമൊക്കെ ഇറക്കാൻ തുടങ്ങി. ഓക്കെ, പിന്നീട് ഇത് പ്രൈവറ്റ് കൺട്രോളിൽ വരാൻ തുടങ്ങി. അതൊരു സിംഗിൾ ലാർജസ്റ്റ് സ്റ്റുഡിയോ ആയി മാറാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഗോൾഡൻ ഏജ് ഓഫ് ജർമ്മൻ സിനിമ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ UFAയുടെ ഏർലി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് കോസ്റ്റ്യൂം ഡ്രാമാസ് ഇങ്ങനെയുള്ളൊക്കെ കാര്യമൊക്കെ ആയിരുന്നു. കൂടുതലായിട്ട് അവരിങ്ങനെ ഫോക്കസ് ചെയ്തത് ഇലാബറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ഡ്രാമാസ് ഒക്കെ ആയിരുന്നു. പിന്നീട് ഹിസ്റ്റോറിക്കൽ ഫിലിംസ് ഒക്കെ തുടങ്ങി. ആൻഡ് ഈ ഫിലിംസൊക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയി സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ പോയതുകൊണ്ട് തന്നെ ഈ ജർമ്മൻ സിനിമയ്ക്കൊരു വേൾഡ് മാർക്കറ്റിൽ ഒരു ഇമ്പോർട്ടൻസ് കിട്ടാൻ തുടങ്ങി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സ്പ്രഷനിസ്റ്റ് സിനിമയായിരുന്നു ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി. അപ്പോൾ അത് ജർമ്മൻ സിനിമയെ നല്ല രീതിയിൽ ഫേമസ് ആക്കിയൊരു ഫിലിമായിരുന്നു. റോബർട്ട് വീനാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. കുറച്ച് ജർമ്മൻ ടൗണിൽ നടക്കുന്ന ബ്രൂട്ടൽ മേഡേഴ്സിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നറേറ്ററിൻ്റെ ടോർച്ചേർഡ് മെൻ്റൽ സ്റ്റേറ്റിനെ കുറിച്ചുമൊക്കെ റോബർട്ട് വീന്, ഞാൻ പറഞ്ഞല്ലോ എക്സ്പ്രഷനിസ്റ്റ് സിനിമ ആയതുകൊണ്ട് വേറെ രീതിയിലൊക്കെയാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. ടിൽറ്റഡ് ക്യാമറ ആംഗിൾസിലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. സ്ട്രേഞ്ച് പാറ്റേൺസിലും ലൈറ്റ്നിങ്ങും ഒക്കെ സ്ട്രേഞ്ച് ആണ്. അപ്പോൾ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി പിന്നീട് UFAയിലെ വേറെ ഫിലിംസിനെയൊക്കെ സബ്സിക്വൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ജർമ്മൻ എക്സ്പ്രഷനിസം വന്നത്. ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി എന്നുള്ള മൂവിക്ക് ശേഷമാണ് ജർമ്മൻ എക്സ്പ്രഷനിസം കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു മൂവ്മെൻ്റ് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഫിലിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിലുള്ള എല്ലാ ഫിലിംസും സ്റ്റുഡിയോ മെയ്ഡാണ്. സെറ്റെല്ലാം ഡിസ്റ്റോർട്ടഡ് ആക്കി മാറ്റി, ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് ഒക്കെ വേറെ രീതിയിലൊക്കെ ആക്കി വെക്കും. ഫാൻറ്റസി ആൻഡ് ടെറർ മൂവീസും ഹൊറിഫിക് പ്ലോട്ട്സ് ഒക്കെ വരാൻ തുടങ്ങി. ആ സമയത്തുണ്ടായിരുന്ന 2 ഗ്രേറ്റ് സിനിമാറ്റോഗ്രാഫേഴ്സാണ് വീമറും അതുപോലെ തന്നെ ആ ഒരു പീരീഡിലെ 2 ഗ്രേറ്റ് സിനിമാറ്റോഗ്രാഫേഴ്സ് ആയിരുന്നു കാൾ ഫ്രൂണ്ടും അതുപോലെ തന്നെ ഫ്രിറ്റ്സ് ആർനോ വാഗ്നറും. ഓക്കെ, വാഗ്നറും കാൾ ഫ്രൂണ്ടും. ആൻഡ് ഇവരുടെ മൂവീസും ഒക്കെ നല്ല രീതിയിൽ ഫേമസ് ആവാൻ തുടങ്ങി. ഇവരുടെ മൂവീസ് എന്ന് പറയുമ്പോൾ ഗാംബ്ലർ, സയൻസ് ഫിക്ഷൻ മൂവി ആയിട്ടുള്ള മെട്രോപോളിസ് ഇതൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ക്രൈം ത്രില്ലർ ഇങ്ങനെയൊക്കെയുള്ള മൂവീസൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ഡ്രാക്കുളയുടെ അഡാപ്റ്റേഷനായിട്ട് നോസ്ഫെറാറ്റു എന്ന് പറഞ്ഞൊരു മൂവിയൊക്കെ ഇറക്കാൻ തുടങ്ങി. അതാരാണ് ഇറക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ FW മുർണു ആണ് കേട്ടോ. നോസ്ഫെറാറ്റുവിൻ്റെ പല വേർഷൻസ് നമുക്ക് ഇപ്പോഴും 2025-ലും 2026-ലും ഒക്കെ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഡ്രാക്കുളയുടെ ഒരു കൈൻഡ് ഓഫ് അഡാപ്റ്റേഷനാണ് നോസ്ഫെറാറ്റു എന്ന് പറയുന്നത്. പിന്നെ ദ ലാസ്റ്റ് ലാഫ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മുടെ മുർനുവിനെ വേൾഡ് ഫേമസ് ആക്കി മാറ്റിയത്. ഒരു ഹോട്ടൽ ഡോർമാൻ്റെ കഥയാണ്. അയാൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. സോ അയാൾ വളരെ നാണക്കേടാവുന്നു. പിന്നീട് അയാളുടെ ആ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞു, ഒരു ഹോട്ടൽ ഡോർമാൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്, ലാസ്റ്റ് ലാഫിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ജർമ്മൻ എക്സ്പ്രഷനിസം എന്താണെന്ന് നോക്കുക, ഏത് സിനിമയ്ക്ക് ശേഷമാണ് ജർമ്മൻ എക്സ്പ്രഷനിസം വന്നതെന്ന് നോക്കുക. പിന്നെ UFA എന്താണ്, അതിൻ്റെ മിഷൻ എന്താണെന്ന് നോക്കി വെക്കുക. ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറിയുടെ അതെങ്ങനെ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഫിലിം ആവുന്നു എന്നുള്ളതും നോക്കി വെക്കുക. ഓക്കെ, ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി റോബർട്ട് വീനിൻ്റെ ഫിലിമാണ്. പിന്നെ ഈ എക്സ്പ്രഷൻസ് ടെക്നിക്സ് നല്ല രീതിയിൽ യൂസ് ചെയ്തൊരു ഫിലിമായിരുന്നു ഇത്. ഫ്രിറ്റ്സ് ലാങ്ങിൻ്റെയും FW മുർണയുടെയും ഒരു സ്റ്റൈലിസ്റ്റിക് മോഡലായിരുന്നു. പിന്നീട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഫിലിമായിരുന്നു ഇത്. ആൻഡ് ഇത് ഫ്രെയിം സ്റ്റോറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊലോഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരുപാട് ഫ്ലാഷ് ബാക്കുകളുണ്ട്. പിന്നെന്താണ്, ഒരു ഇച്ചിരി സ്ട്രെയിഞ്ച് ആയിട്ടൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണിത്. 6 ആക്റ്റായിട്ടാണ് ഈ ഫിലിമിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഇതിനകത്ത് നറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അയാളൊരു മിസ്റ്റീരിയസ് സ്ട്രേഞ്ചറിനെ പരിചയപ്പെടുന്നു, കാലിഗറി. ഈ കാലിഗറി എന്ന് പറഞ്ഞ ആൾ ജർമ്മൻ ടൗണിൽ വരുവാണ്. പിന്നെ അയാളുടെ ഒരു കമ്പാനിയൻ സിസേറിനെ കാണുന്നു.
അങ്ങനെയുള്ള കുറച്ച് മേർഡേഴ്സ് ഈ ഒരു ടൗണിൽ ഹാപ്പൻ ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കുന്നു. നറേറ്ററിൻ്റെ ടോർച്ചേർഡ് മെൻ്റൽ സ്റ്റേറ്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ.